ഇപ്പോൾ ഇന്നത്തെ കിട്ടിയ ഏറ്റവും അവസാനത്തെ സൂചന അനുസരിച്ച് നമുക്കറിയാം, വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ അനൗൺസ് ചെയ്തൊരു കാര്യം യഥാർത്ഥത്തിൽ ഇപ്പോൾ വൈദ്യുതി ക്ഷാമം ക്ഷണിച്ചു വരുത്തിയതാണ്. മാർച്ച് ഏപ്രിൽ മാസത്തിൽ കേരളത്തിൽ 103 ദശലക്ഷം യൂണിറ്റ് വരെ വൈദ്യുതി ഉപയോഗിച്ചിരുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. ആ ഘട്ടത്തിൽ പോലും പവർ കട്ട് വേണ്ടി വന്നില്ല. ഇപ്പോൾ 93 ദശലക്ഷം യൂണിറ്റിൻ്റെ ആവശ്യം വന്നപ്പോൾ പവർ കട്ട് എന്തുകൊണ്ട് വന്നു? നമുക്കിപ്പോൾ വിവിധ സ്ഥലത്തു നിന്ന് വാങ്ങാൻ വേണ്ടിയുള്ള അനുമതി റെഗുലേറ്ററി കമ്മീഷൻ കൊടുക്കുന്നതിനെ സംബന്ധിച്ച് റെഗുലേറ്ററി കമ്മീഷൻ ഒരു വിശദീകരണം വന്നിരിക്കുന്നു. ആ വിശദീകരണത്തിൽ പറയുന്നത് കൃത്യമായി നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഇത് വാങ്ങാൻ വേണ്ടിയുള്ള അനുമതി ചോദിച്ച് അത് ബിഡ് ക്ഷണിച്ചു, ആ ബിഡ് ഓപ്പൺ ചെയ്തിട്ട് 14 ദിവസം കഴിഞ്ഞിട്ടും റെഗുലേറ്ററി കമ്മീഷനെ അറിയിച്ചിരുന്നില്ല എന്നാണ്. അപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ്റെ ഭാഗത്തല്ല പെശക്, സംസ്ഥാനത്തെ ഇലക്ട്രിസിറ്റി വകുപ്പ് ബോർഡിൻ്റെയും ഇലക്ട്രിസിറ്റി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയുടെയും മന്ത്രിസഭയുടെയും ഭാഗത്തു നിന്നാണ് യഥാർത്ഥത്തിൽ റെഗുലേറ്ററി കമ്മീഷനെ അറിയിച്ച് കൃത്യമായി അതിന് അനുമതി വാങ്ങി 5 പൈസ കൊടുത്ത് വൈദ്യുതി വാങ്ങി ഈ അന്ധകാരം ഒഴിവാക്കാമായിരുന്നു. യഥാർത്ഥത്തിൽ ഇപ്പോൾ വേൾഡ് കപ്പ് ഇന്നലെ കഴിഞ്ഞെങ്കിൽ പോലും അതിനിടയ്ക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എത്രയോ സ്ഥലത്ത് വലിയ രൂപത്തിലുള്ള സംഘർഷകരമായ സാഹചര്യം വന്നു. മാത്രമല്ല, കുട്ടികൾ പഠിക്കുന്ന സ്ഥലങ്ങളിൽ എത്രയോ പ്രയാസങ്ങൾ വന്നിരുന്നു. സംസ്ഥാനത്ത് തന്നെ 1-2 ജീവൻ തന്നെ ഓക്സിജൻ കോൺസെൻട്രേറ്റർ പ്രവർത്തിക്കാതെ വന്നതിനെ തുടർന്ന് നഷ്ടപ്പെടുന്ന സാഹചര്യം വന്നു. മെഴുകുതിരി കത്തിച്ചു വെച്ച് അത് മറിഞ്ഞു വീണ് ഒരമ്മ മരിക്കുന്ന സാഹചര്യം വന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ പവർ കട്ടല്ല, ഇടയ്ക്കിടയ്ക്ക് വന്നു പോകുന്ന ഒരു അതിഥിയെ പോലെയായി കറണ്ട് ചില സ്ഥലത്ത് മാറുകയാണ്. ഈ അന്ധകാരത്തിൽ ഇടയ്ക്കിടയ്ക്ക് എത്തുന്ന കൊള്ളിയാൻ വെട്ടമീ രക്തസാക്ഷിന് മുമ്പ് പാടുന്ന നമ്മൾ കേട്ടെന്ന് പറഞ്ഞ പോലെ ഇടയ്ക്കിടയ്ക്ക് അന്ധകാരത്തിൽ വന്നു പോകുന്ന ഒരു പവർ സപ്ലൈ ആയി മാത്രം പവർ സപ്ലൈ കേരളത്തിൽ മാറുകയാണ്. അപ്പോൾ അത്തരം മാറുന്നുവെന്ന് മാത്രമല്ല, ഇപ്പോൾ വിവിധ തരങ്ങളിൽ നമ്മുടെ സ്ട്രീറ്റ് ലൈറ്റുകൾ പല സ്ഥലങ്ങളിൽ അതിന് അനൗദ്യോഗികമായിട്ടുള്ള നിർദ്ദേശം കൊടുത്ത് വഴിവിളക്കുകൾ കത്തിക്കാത്ത രൂപത്തിൽ വരികയാണ്. അപ്പോൾ രാത്രി കാലങ്ങളിൽ ഇപ്പോൾ ഇന്നത്തെ ഞാൻ ഈ ജില്ലയിൽ പ്രത്യേകിച്ച് ഇത് എടുത്ത് പറയാൻ കാരണം ഇന്നത്തെ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള 2 പ്രധാനപ്പെട്ട വാർത്തകൾ. ആ അന്ധകാരം ഉണ്ടായിരുന്ന പ്രദേശങ്ങൾ വീട് കുത്തി തുറന്ന് വലിയ മോഷണങ്ങൾ ഈ ജില്ലയിൽ നടന്നിരിക്കുന്നു. ഒന്ന് മീനടം പഞ്ചായത്തിലാണ് വലിയ മോഷണം നടന്നിരിക്കുന്നത്. മറ്റൊന്ന് തൊട്ടപ്പുറത്ത് ഭാഗത്ത് നടന്നിരിക്കുന്നു, വെട്ടത്തുകോല പ്രദേശത്ത്. അപ്പോൾ അന്ധകാരത്തിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ ഈ പവർ കട്ടിൻ്റെ സന്ദർഭം പ്രയോജനപ്പെടുത്തി വലിയ മോഷ്ടാക്കളുടെ സംഘം നമ്മുടെ ജില്ലയിലേക്കും സംസ്ഥാനത്തിൻ്റെ വിഭാഗത്തേക്കും കടന്നിരിക്കുന്നു. ഈ സന്ദർഭം പ്രയോജനപ്പെടുത്തുകയാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് പഠിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തുന്നു. ഒപ്പം രാത്രികാലങ്ങളിൽ നമുക്ക് ആവശ്യമുള്ള സന്ദർഭത്തിൽ വൈദ്യുതി ഇല്ലാതെ വരുന്നു. ചികിത്സാ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട മെഷീനുകൾ പ്രവർത്തിക്കാൻ കഴിയാതെ വരുന്നു. ഇങ്ങനെ വിവിധ തരത്തിൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒരുപക്ഷെ കഴിഞ്ഞ 1 ദശാബ്ദക്കാലം പവർ കട്ട് എന്താണെന്നറിയാത്ത ഒരു പുതിയ തലമുറയെ പവർ കട്ട് മാത്രമല്ല, ലോഡ് ഷെഡിങ് മാത്രമല്ല, വല്ലപ്പോഴും വരുന്ന വൈദ്യുതിയായി വൈദ്യുതി മാറുന്നു എന്ന് പഠിപ്പിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് വൈദ്യുതി രംഗം മാറ്റിത്തീർത്തത് ക്ഷണിച്ചു വരുത്തിയ ഒരന്ധകാരമാണ്. കാലേക്കൂട്ടി ഭാവനയോടുകൂടി നീങ്ങിയിരുന്നെങ്കിൽ ഇന്നത്തെ റെഗുലേറ്ററി കമ്മീഷൻ്റെ മറുപടി അനുസരിച്ച് 14 ദിവസങ്ങൾക്ക് ശേഷം അവരെ അറിയിക്കുന്ന സാഹചര്യം എന്തുകൊണ്ടുണ്ടായി എന്ന് വൈദ്യുതി മന്ത്രി വിശദീകരിക്കട്ടെ. അപ്പോൾ അങ്ങേയറ്റത്തെ അനാസ്ഥയും കെടുകാര്യസ്ഥതയുടെയും ജനങ്ങളോടുള്ള ഉത്തരവാദിത്ത രാഹിത്യത്തിൻ്റെയും അല്ലെങ്കിൽ വെല്ലുവിളിയുടെയും ഭാഗമായി അന്ധകാരത്തിലേക്ക് ഈ നാടിനെ മാറ്റുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ എത്തി എന്നുള്ളതാണ് ഇന്നിപ്പോൾ ഏറ്റവും അവസാനമായി വന്നിരിക്കുന്ന പുതിയ സാഹചര്യം. അതിൻ്റെ ഫലമായി നാടാകെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വിഷമകരമായ സ്ഥിതിവിശേഷം. ആ സ്ഥിതിവിശേഷം അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ചെയ്യേണ്ട പ്രവൃത്തികൾ അവരുടെ ഉത്തരവാദിത്തം ഒളിച്ചോടാതെ സമയബന്ധിതമായി ചെയ്യുക വഴി മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയൂ എന്ന കാര്യം കൂടി ഈ സന്ദർഭത്തിൽ കൂട്ടിച്ചേർക്കുകയാണ്. ഇല്ല, അഭയം നമ്മൾ നേരത്തെ തന്നെ ഇപ്പോഴും ഓടുകയാണ്. അഭയം നമ്മൾ തുടങ്ങിയിട്ട് 10 വർഷത്തോളമായി. അഭയം ചാരിറ്റബിൾ സൊസൈറ്റി വിവിധ ആശുപത്രികളിൽ വിവിധ തരത്തിലുള്ള ചികിത്സാ സഹായങ്ങൾ എത്തിച്ചു കൊടുക്കുകയും ഭക്ഷണം എത്തിച്ചു കൊടുക്കുകയും ചെയ്യുന്ന പ്രവർത്തനങ്ങളടക്കം നേരത്തെ തൊട്ട് ഏറ്റെടുത്തിരുന്നു.
ഞങ്ങൾ കോട്ടയം മെഡിക്കൽ കോളേജിലാണ് ഏറ്റവും കൂടുതൽ കോവിഡ് കാലഘട്ടത്തിൽ ഭക്ഷണം കൊടുത്തത്. അതായത് ചോദിച്ച് 15 ലക്ഷത്തിൽ 65,000-ഓളം പേർക്ക് കൊടുത്തിരുന്നു. DYFI പൂർണ്ണമായി ആ ചുമതല ഏറ്റെടുത്തപ്പോൾ ആ കാര്യത്തിൽ അവിടെ നിന്ന് മാറിയിട്ട് മറ്റ് സ്ഥലങ്ങളിൽ കൊടുക്കുന്ന രൂപത്തിലേക്ക് വന്നിട്ടുണ്ട്. ആശുപത്രിയുടെ ഉള്ളിൽ പ്രത്യേക സ്ഥലം കേന്ദ്രീകരിച്ച് ഇങ്ങനെ ബോർഡ് കെട്ടിയും മറ്റു കുടികൾ സ്ഥാപിച്ച് നടത്താൻ പാടില്ല എന്നാണ് പറഞ്ഞത്. ഇല്ല, മന്ത്രി പറഞ്ഞത് നിങ്ങളും ഞാനും കേട്ടതാണ്. ആശുപത്രി കോമ്പൗണ്ടിലേക്ക് ആരും കൊടിയും അതുപോലെ വാഹനങ്ങളുമായി വന്ന് ഭക്ഷണം വിതരണം ചെയ്യേണ്ടതില്ല. ബാനറും കെട്ടി അത് അനുവദിക്കുകയില്ല. മാത്രമല്ല, അതിനി വേറെ ഞങ്ങൾ ആശുപത്രിക്കുള്ളിൽ കമ്മ്യൂണിറ്റി കിച്ചൺ സംഘടിപ്പിച്ച് കൊടുക്കാനുള്ള സൗകര്യം ഉറപ്പാക്കും. എവിടെയെങ്കിലും ഒരു സംവിധാനത്തെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും അങ്ങനെ പ്രായോഗികമായി നടപ്പാക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും കാലഘട്ടത്തിൽ ഗവൺമെൻറ് അതിന് മുൻകൈ എടുത്തിട്ടുണ്ട്? കോവിഡ് കാലഘട്ടത്തിൽ പോലും അതിന് കഴിയാതിരുന്നു എന്നുള്ളത് ഞാൻ ഉദാഹരണ സഹിതം ചൂണ്ടിക്കാണിച്ചു. കോട്ടയം മെഡിക്കൽ കോളേജ് ഒന്നാം തരം ഉദാഹരണമാണ്. 1.5 വർഷക്കാലത്തോളം ആ ഭക്ഷണം വിളമ്പി കൊടുക്കുന്ന രൂപത്തിൽ ഞങ്ങൾ പോയി, ഞങ്ങളെല്ലാം ചേർന്ന്. രോഗികൾ എത്ര വിഷമം കഴിഞ്ഞിരുന്ന ഘട്ടത്തിലായിരുന്നു ആ ആശ്വാസവുമായി ഞങ്ങൾ പോയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ മനുഷ്യത്വം എന്ന് പറയുന്നതാണ് ഏറ്റവും. വീടുകളിൽ നിന്ന് കിട്ടുന്ന ഭക്ഷണം വാങ്ങിക്കൊണ്ടേ, എത്രയോ കഷ്ടപ്പെട്ടാണ് ചെറുപ്പക്കാർ അത് വാങ്ങിക്കൊണ്ടേ. അത് യഥാർത്ഥത്തിൽ ചൗപ്പട്ടിയുടെ കടങ്കഥ പറയുന്ന പോലെയല്ലേ, ഉപയോഗിക്കുന്നവൻ വാങ്ങുന്നില്ല, വാങ്ങുന്നവൻ ഉപയോഗിക്കുന്നില്ല എന്ന് പറഞ്ഞ പോലെ ഇത് ഉണ്ടാക്കിത്തരുന്നവരാരും ഇത് ഉപയോഗിക്കുന്നില്ല, വാങ്ങുന്നവരും ഉപയോഗിക്കുന്നില്ല. കൊടുക്കുന്ന ആൾ വാങ്ങുന്നവർ മാത്രമേ, ഏറ്റുവാങ്ങുന്നവർ മാത്രമേ അത് കഴിക്കുന്നുള്ളൂ. അത് ആര് തരുന്നോ, എവിടുന്ന് വാങ്ങിക്കുന്നോ ഒന്നും ചോദിക്കുന്നില്ല. എന്നുവെച്ചാൽ അത് ഒരു വലിയ പ്രോസസ്സാണ്, വലിയൊരു പ്രക്രിയയാണ്, വലിയൊരു മനുഷ്യത്വപരമായ പ്രവർത്തനമാണ്. അവിടെയാണ് നമ്മൾ ധാർമ്മികത കാണുന്നത്. മനുഷ്യനെ സ്നേഹിക്കുന്ന സാമൂഹ്യ സാഹചര്യങ്ങളുടെ ഏറ്റവും ഉന്നത ഉദാത്തമായ മാതൃക സംഘടിപ്പിച്ചതാണ് DYFI ഒരു ദശാബ്ദക്കാലമായി ഈ രംഗത്ത് നടത്തിവരുന്ന പ്രവർത്തനം. ആ കൂട്ടത്തിൽ വിവിധ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ ഞങ്ങൾ ഉൾപ്പെടെ ഈ രംഗത്ത് വന്നിട്ടുണ്ട്.